ദൈവത്തിൽ നടന്ന മനുഷ്യർക്കും ദൈവത്തിൽ നിന്ന് അന്യമാക്കപ്പെട്ടു. എന്നാൽ ആ മനുഷ്യവർഗത്തിന്റെ നിലവിളി എപ്പോഴും ദൈവം കേട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഇടപെടുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ലോകം മുഴുവനും പാപത്തിൽ മലിനമാക്കപ്പെട്ട് വഷളായി പോകുന്നത് കണ്ടപ്പോൾ വലിയൊരു പെട്ടകമുണ്ടാക്കി ദൈവത്തോടൊപ്പമായിരിക്കാൻ ആഗ്രഹിച്ചവരെ ദൈവം രക്ഷപ്പെടുത്തി. അത് ദൈവത്തിന്റെ ഇടപെടലായിരുന്നു. അവിടെ ഒരു കാര്യം പ്രത്യേകം പ്രസ്താവനമാണ്. നോഹയെ കുടുംബത്തെ മാത്രമല്ല, ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെയും ദൈവം ആ പെട്ടകത്തിലാക്കുന്നു. കാരണം വീണ്ടും മനുഷ്യന്റെ ജീവിതം ഈ ഭൂമിയിൽ തളർത്തുമ്പോൾ സൃഷ്ടി മുഴുവനും വേണമെന്നുള്ള ദൈവത്തിന്റെ കരുത്ത് അതൊരു വലിയ ചരിത്രമായ ഇടപെടലാണ്. പിന്നീട് നമുക്കറിയാം, ഇസ്രായേൽ അടിമത്തത്തിൽ ഫറവോ രാജാവ് ഇസ്രായേൽ മക്കളെ തന്റേതായ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉപയോഗപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
അവിടെയും മനുഷ്യവർഗത്തിന്റെ നിലവിളി ദൈവത്തിന്റെ ചെവിയിലെത്തിയപ്പോൾ ദൈവം ചരിത്രത്തിൽ ഇടപെടുന്നു. മോശയെ അയക്കുന്നു. ഫറവോന്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ച് ഇതാ കനാനിലേക്ക് യാത്രയാക്കുന്നു. പുതിയ നിയമത്തിൽ ഇതാ തന്റെ ഏകജാതനായ പുത്രൻ തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇടപെടുന്നതായ ദൈവം എപ്പോഴും നിലവിളികൾക്കും ബലഹീനതയ്ക്കും തന്റെ ചെവിയെ തുറന്നു കൊടുത്തിരിക്കുന്ന ദൈവം ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. എന്റെ കൃപ നിനക്ക് മതി, മൈ ഗ്രേസ് ഈസ് ഇനഫ് ഫോർ യു. എന്റെ കൃപ നിനക്ക് മതി. ഏത് തോട്ടത്തിലായിരിക്കുമ്പോഴും ഈ കൃപയിലാണ് ആദിമാതാപിതാക്കളായ ആദം ഹവ്വയും ജീവിച്ചത്. എന്നാൽ അവർ ബലഹീനരാണെന്ന് ആദ്യം അവരെ ബോധ്യപ്പെടുത്തുന്നത് സാത്താനാണ്. സത്യത്തിൽ അവർ ബലഹീനരായിരുന്നില്ല. നമുക്കറിയാം, ദൈവത്തിന്റെ നാമൊരു തണലിലായിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും വളർന്നു വരുന്ന സാഹചര്യത്തിൽ, ഞാനിപ്പോൾ ഓർക്കുന്ന ചെറുപ്പകാലങ്ങളിൽ പ്രസിദ്ധി അമ്മച്ചിയുടെ തണലിലായിരിക്കുമ്പോൾ എന്ത് കാര്യത്തിന് പോയി പറഞ്ഞാൽ മതി, എനിക്കിത് വേണം, അത് വാങ്ങിക്കണം, അവർ അപ്പം തന്നെ പണം നമ്മുടെ കയ്യിൽ തരും. എന്നാൽ വളർന്നു വരുമ്പോൾ, നാം സ്വന്തം കാര്യം നിൽക്കുമ്പോഴാണ് നമുക്ക് തന്നെ ചെയ്യുന്നതിന്റെ ഒരു പ്രയാസം നേരിടുന്നത്. ഇതാണ് ദൈവസന്നിധിയിൽ ദൈവിക സമ്മതിയായിരുന്നപ്പോൾ ആദാമും ഹവ്വയും ശക്തരായി. എന്നാൽ സാത്താൻ പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ, ഈ പഴം ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാണ്. ഈ സമ്പന്നത നൽകിയ, സമൃദ്ധി നൽകിയ ദൈവത്തെ പോലെയാകും. അതിന്റെ അർത്ഥം നിങ്ങളിപ്പോൾ ബലഹീനരാണ്. ദൈവത്തെ പോലെ ആകണമെങ്കിൽ, ദൈവത്തിന്റെ ശക്തി ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ പഴം ഭക്ഷിക്കണം. പക്ഷെ അവിടെന്താണ് സംഭവിക്കുന്നത്? സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടാവിന്റെ കൽപ്പനയെ ധിക്കരിക്കുന്ന മക്കളായിട്ടൂടെ മാറുകയാണ്. ബലഹീനതയെ ചൂഷണം ചെയ്യുന്ന സാധാരണ പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുവാൻ സാധിക്കും. പ്രയാസങ്ങൾ വരുമ്പോൾ പലപ്പോഴും നാം ചിന്തിക്കുന്ന ബലഹീനരാണ്. എന്നാൽ ഇവിടെ ഇതാ പൗലോസ് അപ്പോസ്തലന് തന്റെ ശരീരത്തിൽ വേദന വന്നപ്പോഴാണ് പൗലോസ് അപ്പോസ്തലൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്. ആ വേദനയിൽ കർത്താവ് പറയുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങളിൽ ഈ ഒരു സ്വാതന്ത്ര്യത്തിന്റെ വാക്ക് എപ്പോഴും കാണുവാൻ സാധിക്കും. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 31-ാം വാക്യത്തിൽ വളരെ ശക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ അവിടെ സാക്ഷിക്കുന്നു, യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. എന്തെല്ലാം ബലഹീനതകളുണ്ടായിരുന്നാലും, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം താഴ്ച ഉണ്ടായിരുന്നാലും അവിടെയെല്ലാം കരുതുന്നവനായ ദൈവം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഉൽപ്പത്തി മുതൽ അവസാനം വരെ ചരിത്രത്തിൽ ഇടപെടുന്ന ഒരു ദൈവം. ആ ചരിത്രത്തിൽ ഇടപെടുന്നതെല്ലാം മനുഷ്യന്റെ കണ്ണുനീർ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളത്. 113-ാം സങ്കീർത്തനത്തിൽ എത്ര മനോഹരമായിട്ടാണ് സങ്കീർത്തനക്കാരൻ പാടുന്നത്. ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ സദൃശൻ ആരുള്ളൂ? ഉയരത്തിൽ വസിക്കുമ്പോഴും താഴെ തന്റെ മക്കളെ നോക്കുന്നവനായ ദൈവം. ഇത് മാനുഷികമല്ല, ഇത് ദൈവികമാണ്. നമുക്കറിയാം, നാം ഉന്നതമായ നിലയിൽ നിൽക്കുമ്പോൾ പലപ്പോഴും താഴേക്ക് നോക്കാൻ ശ്രമിക്കാറില്ല. അതുകൊണ്ടാണ് കുറെ കഴിയുമ്പോൾ തട്ടി തടഞ്ഞ് വീഴുന്നത്. എന്നാൽ ഇതാ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവ് ദൈവം. ഇസ്രായേലിന്റെ കാവൽക്കാരൻ, ഉറങ്ങാത്തവൻ, ഉറക്കം തൂങ്ങാത്തവൻ, കാലുകളെ തട്ടാതെ സൂക്ഷിക്കുന്നത്. അതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത്, ദൈവം ബലഹീനതയിൽ കരുതുന്നു, അവന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു.
നാം വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയിൽ പ്രകാരം പാടാറുണ്ട്. പ്രഭാത പ്രാർത്ഥനയിൽ ജീവവഴിയും ഉത്പന്നമാവുന്ന രണ്ട് വഴികൾ സകലർ കാണുന്നു, എന്നാൽ അവർ തിരഞ്ഞെടുത്തത് ജീവന്റെ വഴി, അത് ഞെരുക്കമുള്ളതും ഇടുങ്ങിയതുമായ വഴി. അവിടെ സാത്താനോട് പോരാടുന്നു. നമുക്കറിയാം, സാത്താനോട് പോരാടണമെങ്കിൽ മാനുഷികമായ ശക്തിയും ബുദ്ധിയുമല്ല വേണ്ടത്, ദൈവികമായ ആ കൃപയാണ് വേണ്ടത്. ഇവിടെയാണ് ആധുനിക സമൂഹം, നാം ആയിരിക്കുന്ന സമൂഹം പതറിപ്പോകുന്നത്. പലപ്പോഴും നമ്മുടെ ശക്തി എന്ന് പറഞ്ഞാൽ നാം ഭൗതികമായി സ്വരൂപിക്കുന്നതിനാണ് ശക്തി എന്ന് പറയുക. ഇപ്പൊ നമുക്കറിയാം, ജീവിക്കണമെങ്കിൽ ഒത്തിരി പണം വേണം. പണം ഉണ്ടാക്കാനുള്ള നെട്ടോട്ടമാണ്. ഒരു 10 വർഷം മുമ്പ് ഒരു 25 ലക്ഷം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു വീട് പണിയും, എനിക്ക് തോന്നുന്നു. കഴിയുന്നു ഇന്ന് 50 ലക്ഷം ഉണ്ടായാൽ ഒരു സ്ഥലം മേടിക്കാൻ സാധിക്കും. ആലുവായ എന്റെ തൊട്ടടുത്ത പ്രദേശമായ കീഴുമാണ്. 10 വർഷം മുമ്പ് അവിടെ നിന്ന് സ്ഥലത്തിനാലും ഒരു വിലയില്ലാത്ത സ്ഥലം. ഞാനിപ്പോൾ ഓർക്കുന്നു, 90കളിൽ അഭിനയ സിനിമയിൽ അങ്കമാലി മേഖലയുടെ ചാർജ സമയത്ത് കീഴ്മാട് കുറെ സ്ഥലം മേടിക്കാമെന്ന് തോന്നുന്നു. പക്ഷെ എല്ലാവർക്കും അവിടെ ബസ് പോകില്ല. അവിടെ സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗപ്രദമായിരിക്കും. ആ സ്ഥലത്ത് നിന്ന് ഒരു സെന്റ് സ്ഥലം മേടിക്കണമെങ്കിൽ ലക്ഷം രൂപ. നമ്മുടെ ഭൗതികമായ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഓട്ടമാണ്. യഥാർത്ഥ മൂല്യം അതിനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഓടുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒത്തിരി പണം ഉണ്ടാകും, ഒത്തിരി പണം. പക്ഷെ കുടിക്കാനായിട്ട് നല്ല വെള്ളം ഉണ്ടാകുമോ? ശ്വസിക്കാനായിട്ട് നല്ല വായു ഉണ്ടാകും, ഭക്ഷിക്കാനായിട്ട് നല്ല ഭക്ഷണ സാധനം ഉണ്ടാകും. നമ്മുടേതായ ശക്തി സംഭരിക്കുമ്പോൾ ഈ ഭൂമി തന്നെ മലിനമാക്കപ്പെടും. അത് തന്നെയാണ് ഏതോ തോട്ടത്തിൽ കണ്ടത്. ദൈവത്തെ പോലെ ആകുവാനായിട്ട് ഹവ്വ യത്നിച്ചപ്പോൾ പ്രകൃതിയെല്ലാം മലിനമാക്കപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, ഏതോ തോട്ടത്തിൽ ആദമും ഹവ്വയും ശക്തരായിരുന്നു. 2-ാം അധ്യായത്തിൽ മൃഗജാതികൾക്ക് മൃഗങ്ങൾക്ക് പേരിടുവാനായിട്ട് മൃഗങ്ങളെയെല്ലാം ദൈവം ആദാമിന്റെ മുന്നിൽ കൊണ്ടുവരും. പരിശുദ്ധാത്മാവിന്റെ മോറപ്പൻ ഇങ്ങനെ പറയുന്നു, മാനുഷിക ബുദ്ധിയിലെല്ലാം ആദാം അവയ്ക്ക് പേരിട്ടത്. പിന്നെയോ അത് ദൈവികമായ ശക്തിയാണ്. ആദാമും ഹവ്വയും ശക്തരായി. ഞാനിങ്ങനെ ഒരു തമാശ വന്ന് കേട്ടിട്ടുണ്ട്, നടന്ന സംഭവമാണെന്ന് തോന്നുന്നു. ഒരിക്കൽ ഒരു ബദലാപ്പള്ളിയുടെ ഒരു അച്ഛന് കോർപ്പിസ്കോപ്പ സ്ഥാനം കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു. യഥാർത്ഥത്തിൽ നമ്മുടെ കാലമനുസരിച്ച്, നിയമമനുസരിച്ച് ഒരു കോർപ്പിസ്കോപ്പാക്കി പൂർവ്വ പട്ടം കൊടുക്കുക പഴയൊരു പാരമ്പര്യമാണ്. അച്ഛൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു, എനിക്ക് കോർപ്പിസ്കോപ്പ സ്ഥാനം തന്നാൽ ഞാൻ പൂർവ്വ പട്ടം കൊടുക്കും. തിരുമേനി ഒന്നും തന്നില്ല. നമ്മുടെ അധികാരം ഒരിക്കലും നാം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇതാ ഇവിടെ ദൈവം തന്റെ അധികാരത്തെ മനുഷ്യന് കൊടുക്കുകയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആദാമും ഹവ്വയും ശക്തരായ. എന്നാൽ അവരുടെ മോഹത്തെ ചൂഷണം ചെയ്യുന്ന സാത്താൻ അവർ വെളിക്കരാന്ന് പറയുന്നു. അവർ പാപം ചെയ്തപ്പോൾ പേരിട്ടതായ കാട്ടുപെണ്ണുകൾ അവർക്ക് എതിരായിത്തീർന്നു. പ്രകൃതി പോലും മലിനമാക്കപ്പെട്ടു. വേർപ്പോടുകൂടി ഭക്ഷിക്കുവാനായിട്ട് അവർ വിധിക്കപ്പെട്ടു. ഇവിടെയും ബലഹീനനാണെന്ന് നാം കണ്ട് ഭൗതികമായിട്ടുള്ള ശക്തിയെ നാം ആർജിക്കുമ്പോൾ ഏത് തോട്ടത്തിൽ നടന്നത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുമെല്ലാം മലിനമാക്കപ്പെടുന്നു. ഇന്ന് സമൂഹത്തിൽ ഒത്തിരി മ്ലേച്ഛമായ കാര്യം നമ്മൾ കേൾക്കാറുണ്ട്. പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നതും ഒത്തിരി കാര്യം. ഇതെല്ലാം ഈ മലിനമാക്കപ്പെടുന്ന സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഭൗതികമായ പുരോഗതിയാണ് സമൃദ്ധിയുടെ ലക്ഷ്യമെന്ന് കരുതുന്നവർ പലപ്പോഴും ചെന്നെത്തപ്പെടുക മലിനമായ സംസ്കാരത്തിന് നടുവിൽ. ഇവിടെയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലന് കർത്താവ് കൊടുത്ത വാക്കിന്റെ അർത്ഥം പൂർണ്ണമാകുന്നത്. എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് മതി.
ഈ ലോകത്തിൽ എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ജീവിക്കാനായിട്ട് ദൈവത്തിന്റെ ക്രമം മതി. ഭൗതികമായ സാഹചര്യങ്ങൾ ദൈവം ഒരുക്കിക്കൊടുക്കും. അതുകൊണ്ടല്ലേ കനാനിലേക്കുള്ള യാത്ര മതിയെ ചെങ്കടലിതാ മതി. ഇസ്രായേൽ ജനമെല്ലാം പേടിച്ചു. പക്ഷെ മോശ മാത്രം പേടിച്ചില്ല. കാരണം അവനോടുകൂടെ വാഗ്ദത്വം ഉണ്ടായിരുന്നു. പുറപ്പാട് 3:12 ഞാൻ നിന്നോട് കൂടി ദൈവം കൂടെയിരിക്കുന്ന ഒരു വാഗ്ദത്വം ഉണ്ടായിരുന്നു. ഇതാണ് സംഭവിച്ചത്. വെള്ളം മാറി ഉടനെ നിലത്തുകൂടി അവർ മുന്നോട്ട് നടന്നു. എന്റെ കൃപ നിനക്ക് മതി. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ കൃപ മതി എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കും. ഈ കഴിഞ്ഞ ക്രിസ്മസിൽ ഞാൻ ക്രിസ്മസിന്റെ കടാതിപ്പടിയിലാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചത്. കുർബാനയ്ക്ക് ശേഷം 2 വീടുകളിലാണ്. ഒന്ന് എന്റെ കൂടെയുള്ള ശമാസിന്റെ വീട്ടിലും ഒന്ന് അവിടെയുള്ള ഒരു കുടുംബത്തിൽ. ആ കുടുംബത്തിൽ കടന്നു ചെന്നപ്പോൾ അവിടെ 2 പെൺകുട്ടികളുണ്ട്. അന്നയും മാക്സി. അന്ന +2 പഠിക്കുന്ന പെൺകുട്ടിയാണ്. മാക്സി 7 പഠിക്കുന്നു. അന്ന് മെഡിക്കൽ കുട്ടിയാണ്. നമുക്കറിയാം +2 പഠിക്കുന്ന കാലങ്ങളിൽ നമ്മളെല്ലാവരും മക്കളെ കൊണ്ടുവന്ന് എൻട്രൻസിന്റെ കോച്ചിങ്ങിന് ചേർന്നു. പലപ്പോഴും 8ാം ക്ലാസ് ആകുമ്പോഴേക്കും നാം ഒരു പേരാണ്, നീ ഡോക്ടറാണോ, നീ എഞ്ചിനീയറാണോ, നീ സിവിൽ സർവീസ് പഠിക്കണം, അതിനുള്ള എന്തെങ്കിലും തലയ്ക്കകത്തുണ്ടോ എന്ന് പലപ്പോഴും നാം നോക്കാറുണ്ട്. വെരി സോവിയറ്റ്. അന്നപക്ഷം പഠിക്കാൻ കുട്ടി അവിടെ കൊണ്ടുവന്ന എൻട്രൻസിൽ ചേർത്ത്. നമുക്കറിയാം എൻട്രൻസ് കോച്ചിങ്ങിൽ ഇപ്പൊ ഞായറാഴ്ച ഞായറാണ്. 2 ഞായറാഴ്ച പോയി കഴിഞ്ഞപ്പോൾ അന്ന പറഞ്ഞു, എനിക്ക് എൻട്രൻസ് കോച്ചിങ്ങിൽ പോകണ്ട, എനിക്ക് പള്ളിയിൽ പോയാൽ മതി, സൺഡേ സ്കൂളിൽ പഠിച്ചാൽ മതി. ദൈവത്തിന്റെ ക്രമം. ഭൗതികമായ ഒരു പക്ഷെ അവൾ എൻട്രൻസിൽ പോയി പഠിച്ചാൽ എൻട്രൻസ് പരീക്ഷയ്ക്ക് ഒത്തിരി നല്ല റാങ്ക് മേടിക്കുമായിരിക്കും. എഞ്ചിനീയറിംഗിനോ ഡോക്ടറും MBBS അഡ്മിഷൻ ലഭിക്കുമായിരിക്കും. ഭൗതികമായി നേട്ടമുണ്ടാക്കുമായിരിക്കും. പക്ഷെ അവളൊന്നും ആഗ്രഹിച്ചില്ല. ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട്, ദൈവാലയത്തിൽ വരുവാനായിട്ട്, ദൈവത്തിന്റെ വചനം പഠിക്കാനായിട്ട് ആഗ്രഹിക്കും. എന്നാൽ മറുവശത്ത് നമ്മുടേതായ ലാഭങ്ങൾക്ക് വേണ്ടി ഓടുന്നു. അവസാനം ഞാൻ എപ്പോഴും പറയുന്ന ചോദ്യമുണ്ട്. നമ്മളിങ്ങനെ സമ്പാദിക്കും, ഒത്തിരി സമ്പാദിച്ചു കഴിഞ്ഞിട്ട് ആ സമ്പാദിച്ചു കഴിയുന്നതിന്റെ ഓട്ടത്തിന്റെ വേദനകളിൽ നാം അവസാനം നെടുവീർപ്പോടുകൂടി ഈ ലോകത്ത് യാത്ര ചെയ്യും. അല്ലെങ്കിൽ ആ ഓട്ടത്തിൽ ചിലപ്പോൾ പലപ്പോഴും പലരെയും തട്ടിവീഴ്ത്തേണ്ടി വന്നേക്കാം. പലരുടെയും വിഭവങ്ങളെ കട്ടെടുക്കേണ്ടി വന്നേക്കാം. ആ വേദനയിൽ നാം മാറിപ്പോകും. എന്നാൽ ദൈവത്തെ അന്വേഷിച്ച്, അതുകൊണ്ടാണ് സങ്കീർത്തനം 53:2 പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കും.